എന്നെ സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്ങിന് വിളിച്ചോണ്ടുള്ള കടലാസാ അത്. താങ്ക് യു. എടോ ഇവിടെ വാടോ, ഇങ്ങോട്ട് നീങ്ങിക്കടോ. ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് ഈ സ്റ്റേഷനിലാണ് ചാർജ് എടുക്കുന്നെങ്കിൽ തന്നെ ഞാൻ തല്ലത്തില്ല. ആ വയ്ക്കോ. ഇങ്ങനെ എന്തോ വട്ടുണ്ടോ? ദേവേട്ടാ, എടാ ദേവേട്ടാ, മാറിക്കേ. എടേ ഇങ്ങോട്ട് മാറിക്കാൻ മാറിക്കാനല്ലേ പറഞ്ഞത്. ഒറ്റ കീറു വെച്ചോണ്ടല്ലോ. സല്യൂട്ട് ചെയ്യടേ. സബ് ഇൻസ്പെക്ടർ. എടാ പന്നസ്വാമി, പരാക്രമം അമ്മാളിനോടല്ല വേണ്ടു. എടാ ഒരു ഡൂക്കിൽ സബ് ഇൻസ്പെക്ടർ ആയപ്പോ നിനക്ക് ഇത്രയും വലിയ ഗമ. അപ്പൊ വല്ല ഐ ജി മറ്റായിരുന്നെങ്കിലോ? ഈ രാമസ്വാമി ഒരു ഐ ജി ആയി, മന്ത്രിയായി, ഗവർണറായി, ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്യും. അണ്ണാ നെല്ലിക്കാത്തളം തയ്യാറാക്കട്ടെ, തലയൊന്ന് തണുപ്പിക്കാൻ. ഒരൊറ്റ അടി വെച്ചോ. ഇനി അമ്മാൾ വേണിയമ്മാൾ കുളിച്ച് ഭക്തിയോടെ ഗണപതി കോവിൽ, ശിവൻ കോവിൽ, ശബരിമല, ഗുരുവായൂർ, മധുരയൊക്കെ പോയി വഴിപാടുകളൊക്കെ കഴിച്ച് കൃത്യം 6:30 കൂടെ തിരിച്ചെത്തണം. ഓട്ടോയ്ക്ക് പോയാൽ മതി, ഒറ്റയ്ക്ക് പോണ്ട. കൂട്ടിന് ഫിഫിയും വിളിച്ചോ. അണ്ണാ ഐസ്ക്രീം. ഇതാ തിന്നോ. ഇനി തൽക്കാലം പോയി ശവനം നിന്നാട്ടെ. നല്ല സന്തോഷമായിട്ട് പുഞ്ചിരിച്ച് ചിരിച്ചു വന്നാട്ടെ. ഐശ്വര്യമായിട്ട് ഇൻസ്പെക്ടർ വന്നോ. പോവാം. നാളെ പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ. പോയിട്ട് തിരിച്ചു വരുന്ന കാര്യം ഓർത്താ മതി. സാജൻ 2 മാസത്തിനുള്ളിൽ തിരിച്ചു വരില്ലേ? അതിനു മുൻപ് വരും. ദിവസം ഒരു എഴുത്ത് വെച്ച് എഴുതണം. വേറൊന്നും എഴുതണ്ട. ഫിഫി മോക്ക് ഉമ്മ ഉമ്മ ഉമ്മ. ഞാൻ ആ എഴുത്ത് ഇങ്ങനെ വെച്ച് കമന്ന് കിടക്കും. അങ്ങനെ എവിടേക്കോ എവിടേക്കോ പോയി നേരം എടുക്കും. അപ്പം അടുത്ത എഴുത്ത് വരും. അതിലും വന്നേ. നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അവിടെ 2 ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? സാജനും ഫിഫിയും. സാജൻ നാളെ പോവുകയല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും. എന്തോ സംസാരിക്കാൻ? മുറിക്കാതെ അടച്ചിരുന്നാണോ സംസാരം? അമ്മ കാവലും. ഇതൊന്നും ശരിയല്ല. എന്തോന്ന് ശരിയല്ല? അവരുടെ കല്യാണം ഉറപ്പിച്ചതല്ലേ? കല്യാണം ഉറപ്പിച്ചതേ ഉള്ളൂ, കഴിഞ്ഞില്ല. ഇനി ഏതമ്പലമാണ്? എല്ലാ അമ്പലവും കഴിഞ്ഞു. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഓർത്ത് നോക്കിക്കേ. ഇല്ല. എന്താ അനാവശ്യം പറയുന്നു? വേണി ആരാന്ന് വെച്ചാ അടിച്ചു ഞാൻ. എന്താ പ്രശ്നം? ഈ വിവരം കെട്ടവൻ പറയുന്നു അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞില്ലേ, നമുക്കൊന്ന് ചുറ്റരുതോ? 6:30 വേണിയെ വീട്ടിലെത്തിച്ചാ പോരെ? അയ്യോ, അണ്ണനും ദേവേട്ടനും കണ്ടു കാണോ? ഏയ്, കണ്ടു കാണാൻ വഴിയില്ല. സോറി. മിണ്ടുപോരുത്. എന്താ നിന്റെ ഉദ്ദേശം? ടിറ്റോ നിന്റെ ആരാ? ബ്രദർ? ഫ്രണ്ട്? പറയടി. ടിറ്റോയെ എനിക്കിഷ്ടമാണ്. ഇഷ്ടമാണല്ലേ? കൊല്ലും. അവൾക്ക് അവൻ ഇഷ്ടമാണല്ലോ. കൊല്ലും ഞാൻ. അവന് ജോലി കിട്ടിയ ദിവസമല്ലേ, ഒരു വിളക്ക് പോലും കൊടുത്താൽ നിങ്ങൾ കിടന്നാലെങ്ങനെയാ? എല്ലാം എനിക്ക് മനസ്സിലാക്കാം. ഞാനും
ഒരു പോംവഴി ആലോചിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാ തന്നോടൊന്നും സംസാരിക്കാത്തത്. നീ അവളെ കണ്ടവാനം തല്ലി. അവളത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. അതിപ്പോഴല്ലേ അച്ഛനും അമ്മയൊക്കെ വേഷം കെട്ടി ഞാൻ അവളെ വളർത്തി വലുതാക്കിയപ്പോഴല്ലേ. എനിക്കത്രയും പ്രായമൊന്നും ആയിട്ടില്ല. ടിറ്റോ നിന്റെ ഫ്രണ്ട് അല്ലേ? അതിന് അവൾക്ക് അവന് ഇഷ്ടമാണ്. നടക്കില്ല ദേവേട്ട, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബ്രാഹ്മണരായി അന്തസ്സോടെ ജീവിക്കാൻ ഗതിയില്ലാഞ്ഞിട്ടാ നേദിച്ച പാൽപ്പായസത്തിൽ വിഷം കലക്കി കുടിപ്പിച്ച് ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാക്കാൻ എന്റെ അച്ഛൻ തീരുമാനിച്ചത്. ദീപം ദീപം അമ്മേ നാരായണ. അച്ഛനും അമ്മയും മരിച്ചു. അവരുടെ പുണ്യം കൊണ്ടല്ലേ ദേവേട്ട ഞങ്ങൾ എപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ദേവേട്ട, വേണി അന്തസ്സുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ കെട്ടിച്ചേക്കുന്ന ചുമതല എനിക്കാ. ഞാൻ അവളെ ടിറ്റോയെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആണ്ടിലൊരിക്കലെങ്കിലും ധ്യാനത്തോടെ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്ക് നീട്ടുന്ന ബലിച്ചോറ് എച്ചിലായി പോകും ദേവേട്ട. അമാൾസ് ആ ദേവേട്ടാ, ഒരു വിധത്തെ സാധ്യം ചെറുക്കനെ കയറ്റി വിട്ടു. രണ്ട് വിസ, ഒന്ന് എനിക്കും ഒന്ന് ഫ്രെഡിക്കും, പിന്നെ ഒരു ടൂറിസ്റ്റ് വിസ ആ വല്ലഭായിക്ക്. 3 ഭാരോ ഏറ്റോണ്ട് അവനങ്ങ് പറന്നു. ഇനിയിപ്പോ പറഞ്ഞു നടക്കാമല്ലോ, വിസ ശരിയാക്കാൻ സാധനം അയച്ചിട്ടുണ്ട്, സാധനം വിസ ശരിയാക്കും, വിസ ശരിയായതോടെ ഞങ്ങൾ ഗൾഫിലേക്ക് പറക്കും എന്നൊക്കെ പറയാമല്ലോ, പറഞ്ഞു നടക്കാമല്ലോ. എന്താ എയർപോർട്ടിൽ വരാതിരുന്നേ? വേണിക്ക് നല്ല സുഖമില്ല. എന്തു പറ്റി? കരയാതെ വേണി. രാംസ്വാമിയോട് ഞാൻ സംസാരിക്കാം. സംസാരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ദേവേട്ടാ, പെണ്ണുങ്ങളുടെ അസുഖത്തെ കുറിച്ച് അവിവാഹിതർ ഡീറ്റെയിൽസ് ചോദിക്കാൻ പാടില്ല. എന്നാലും അമ്മാളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ചായം പോയിക്കോ, ഞാൻ വന്നേക്കാം. പോട്ടെ അല്ലയാ. എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടരുത്. രാംസ്വാമി ട്രെയിനിങ്ങിന് പോകുമ്പോ വേണിയെ ഞാൻ വീട്ടിൽ കൊണ്ട് നിർത്തിക്കോട്ടെ? വേണ്ട. അവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാണോ പോകുന്നത്? അല്ല, അത് ശരിയാവില്ല. മധുരയിൽ എൻ്റെ ഒരു ബന്ധുവുണ്ട്, സീതമാമി. അവരുടെ വീട്ടിൽ കൊണ്ടാക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? അച്ചായനും വേണിയും തമ്മിൽ ഇഷ്ടമാണോ? അടുത്ത മാസം അച്ചായൻ പോവും. ഉടൻ തന്നെ ജോലിയും ശരിയാവും. അപ്പൊ പിന്നെ നടക്കില്ല ഫിഫി. പെട്ടെന്നുള്ള ആവേശത്തിൽ നമുക്കെല്ലാവർക്കും പല ആഗ്രഹങ്ങളും തോന്നും. അതുപോലെ ഒന്നേ ഉള്ളൂ ടിറ്റോയും വേണിയും തമ്മിലുള്ള അടുപ്പം. രണ്ടുപേരും മറന്നേ പറ്റൂ. എത്ര പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്നല്ല, ആലോചിച്ച് തന്നെയാ പറഞ്ഞത്. എന്റെ മനസ്സിലുണ്ട് ആഗ്രഹങ്ങൾ. വേണിക്ക് വേണ്ടിയാ ഞാനതൊക്കെ മാറ്റിവെക്കുന്നത്. തനിക്കറിയോ തന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന്? എത്രയോ നാളുകളായി. എന്തെങ്കിലും തരത്തിൽ ഒരു സൂചനയെങ്കിലും ഞാൻ തന്നിട്ടുണ്ടോ? ആകട്ടെ, ഞാനും ചെറുപ്പ ഈ വീടിനു വേണ്ടിയും മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയും ഞാനും വേണിയും ഞങ്ങളുടെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചേ പറ്റൂ. ഞാനും എന്റെ പെങ്ങളും ഈ വീടും ഫിഫിക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റും. ടിറ്റോയ്ക്ക് അതിന് കഴിയില്ല. ഫിഫി അവനെ പറഞ്ഞു മനസ്സിലാക്കണം. അവരെന്നെ കാണരുത്.